വേദിയിലും സദസ്സിലും എല്ലാമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടു. ഈ സ്കൂളിൻ്റെ 85ാമത്തെ വാർഷികമാണ്. ഞാനിങ്ങനെ എഴുതുന്ന ശ്രീ പി സാബുവിനോട് സംസാരിക്കുകയായിരുന്നു. ലൂതറൻ മിഷൻ ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരാശയത്തിൻ്റെ അടിത്തറയിൽ രൂപം കൊണ്ട ഒരു മിഷനാണ്. അവർ എല്ലായിടത്തും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിച്ച് വലിയ പ്രവർത്തനങ്ങൾ നടത്തി. അതിനേക്കാൾ വലിയ പ്രവർത്തനങ്ങൾ സഭാ നവീകരണത്തിന് ഉൾപ്പെടെ കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ അങ്ങനൊരു 85 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സ്കൂൾ സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പ്രത്യേകതയെയും പ്രാധാന്യത്തെയും കുറിച്ച് നാടിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുക എന്ന് കണ്ടത് ചെറിയ കാര്യമല്ല. 2026 2000 അല്ലെങ്കിൽ എടുത്ത തീരുമാനമല്ല. 85 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു പള്ളിക്കൂടം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ആ പള്ളിക്കൂടത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്തു എന്നതൊരു വലിയ കാര്യം തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് മുന്നേ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇതിനെ കണ്ട ഒരു തലമുറയുണ്ട് എന്ന് കണക്ക് കൂട്ടുമ്പോൾ അവരുടെ ഔന്നത്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്കൂളിന് എല്ലാ അർത്ഥത്തിലും ജീവൻ നൽകിയ 85 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതിനെ യാഥാർത്ഥ്യമാക്കി തീർത്ത ആളുകളുടെയൊക്കെ പേരുകൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ എന്നാൽ ആ മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ 85ാം വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കപ്പെട്ടു. നേരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ വെക്കേഷനാണ്. നമുക്ക് അത് വീണ്ടും അടിച്ച് പൊളിക്കണം കേട്ടോ. വെക്കേഷൻ ആകുമ്പോഴല്ലേ എന്നുവരെ അടിക്കുന്ന ക്ലാസ് ഉള്ളത്? ഈ മാസം 30 വരെ ക്ലാസ്സുള്ളൂ. ഇന്ന് 6-ാം തീയതിയായി. ഇനി എത്ര ദിവസമുള്ള? 24 ദിവസം അല്ലേ? അതിനകത്ത് കുറേ ശനി ഞായറും വരും. അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു 10 ദിവസത്തെ ക്ലാസ്സേ ഉണ്ടാവും. ഇല്ല, അത് കഴിയുമ്പോഴത്തേക്ക് 2 മാസം എന്തോയിനാണ്? അടിച്ച് പൊളിക്കാനാണ്. വെക്കേഷൻ അടിച്ച് പൊളിക്കണ്ടേ? അപ്പൊ എന്നെ കൂടെ വിളിക്കുവോ? ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അധ്യാപകരും കുട്ടികളുമായി. അവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അവരെല്ലാവരും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരാണ്. വാക്കൊന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. അവരെല്ലാവരും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദ്യം വരാം. അതായത് ഞാൻ ഹൈസ്കൂളിൽ അധ്യാപകനായി കയറി ഹയർ സെക്കൻഡറി അധ്യാപകനെ വിരമിച്ച ഒരാളാണ്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയല്ല LP സ്കൂളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അവരെല്ലാം കുട്ടികളാണെങ്കിൽ ഇവരെല്ലാം കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇവരെക്കുറിച്ച് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ എറിക് ബേൺ പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞ കുട്ടികൾ മാലാഖമാരായി ജനിക്കുന്നു, രക്ഷിതാക്കൾ നമ്മളെക്കുറിച്ചാണ് അവരെ തവളകളാക്കി വളർത്തുന്നു എന്നാണ് പറഞ്ഞത്. ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. കുഞ്ഞുങ്ങൾ മാലാഖമാരായിട്ടാണ് ജനിക്കുന്നത്. അത്രയേറെ നിഷ്കളങ്കരാണ്, വളരെയേറെ കുസൃതിയുള്ളവരാണ്. അവരുടെ ചോദ്യങ്ങൾ എവിടേക്ക് പോകും നമുക്കറിയില്ല. അവരുടെ വായിൽ നിന്ന് ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. അവർക്ക് അവർ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് നമ്മൾക്കുള്ള അനുഭവജ്ഞാനമില്ല. അങ്ങനെയുള്ള ഈ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ അവരുടെ പരിമിതികളെല്ലാം മറികടന്ന് ഈ വിസ്തൃതമായ ഭൂമിയിൽ അതിരുകളില്ലാത്ത ആകാശത്തിലേക്ക് പറന്നു പോകുവാൻ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന വിഭാഗമാണ് അധ്യാപകർ, LP സ്കൂൾ അധ്യാപകർ എന്നുള്ളത്. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചിലരൊന്നും ആകാൻ സാധ്യതയില്ല. കാരണം ഈ കുഞ്ഞുങ്ങളുടെ രീതികൾ
1977 ഞാനിവിടുത്തെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. 1980 ഇവിടുന്ന് 4-ാം ക്ലാസ് പഠനം പൂർത്തീകരിച്ച് ഞാൻ കഞ്ഞിക്കുഴി സ്കൂളിൽ പോയ ഒരു കാലം ഞാൻ ഓർക്കുകയായിരുന്നു. 85 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട് വിദ്യാഭ്യാസത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് ലൂതർ മിഷനെ സംബന്ധിച്ച് നമ്മുടെ കഞ്ഞിക്കുഴിയിലെയും മുഹമ്മയിലെയും സാധാരണപ്പെട്ട തൊഴിലാളികളുടെ മക്കൾ, കർഷക തൊഴിലാളിയുടെയും കയർ ഫാക്ടറി തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കുവാൻ ഒരു വിദ്യാലയം തുടങ്ങി വെച്ച മഹത്തായ ഏറെ ബഹുമാന്യരായിട്ടുള്ള ലൂതർ മിഷൻ മാനേജ്മെൻറ്റിനെ എത്ര അഭിനന്ദിച്ചാലും മതിവരാത്ത ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ തുടങ്ങി വെച്ചത്.